ഈ വർഷത്തെ റബീഉൽ അവ്വൽ മാസത്തിന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ഹിജ്റ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ മാസവുമായി ഒരുപാട് സാമ്യതകളുണ്ട്. ഞങ്ങളുടെ ഒന്നും ഓർമ്മയിൽ ഇങ്ങനെ ഒരു റബീഉൽ അവ്വൽ വന്നതായിട്ട് ഓർക്കുന്നില്ല. ഇന്ന് നമ്മുടെ നാടിൻ്റെ കലണ്ടർ പ്രകാരം റബീഉൽ അവ്വൽ 9 നാളെ 10, ഞായറാഴ്ച 11, തിങ്കളാഴ്ച 12. ഇതേ ദിവസങ്ങൾ ഇതേ ഓർഡറിൽ വന്നപ്പോഴാണ് ഹിജ്റ 11-ാമത്തെ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് വിട പറയുന്നത്. പ്രിയപ്പെട്ടവരെ, റബീഉൽ അവ്വൽ മാസം പ്രവാചക വിയോഗത്തിൻ്റെ മാസമാണ്, ജനനത്തിൻ്റെ മാസമല്ല. പ്രവാചകൻ ജനിച്ചത് റബീഉൽ അവ്വലിലാണ് എന്ന വാദത്തിന് യാതൊരു തെളിവുമില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നാടിനെ മുഴുവൻ കരയിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. എനിക്കിന്ന് നിങ്ങളോട് ഈ മിമ്പറിൽ വെച്ച് സംസാരിക്കാനുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാനത്തെ 6 ദിവസത്തെക്കുറിച്ചാണ്. റബീഉൽ അവ്വൽ 7 ബുധനാഴ്ച തൊട്ട് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച വരെ ഹിജ്റ 11-ാമത്തെ വർഷം. ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ 6 ദിവസം. ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്രത്തോളം മുസ്ലിങ്ങൾ കരഞ്ഞ, ഇത്രത്തോളം മുസ്ലിങ്ങൾ മൂകതയിലായി പോയ മറ്റൊരു സംഭവം ഇല്ല. നബിയുടെ മരണത്തിൻ്റെ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വരാൻ പോകുന്ന ആ വലിയ വിപത്തിനെ കുറിച്ചുള്ള സൂചന പരിശുദ്ധ ഖുർആനിൽ എമ്പാടും നൽകിയിട്ടുണ്ട്. സൂറത്തു സുമറിന്റെ 30-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയാണ്, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് മരണപ്പെടുന്നതാണ്, അവരും മരണപ്പെടുന്നതാണ്. ഇത് പ്രവാചകന്റെ മരണത്തെക്കുറിച്ചുള്ള സൂചനയാണ്. സൂറത്ത് ആൽ ഇംറാനിന്റെ 144-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഅഖാബികും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകൻ മാത്രമാകുന്നു. അദ്ദേഹം മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ പിന്തിരിഞ്ഞു പോകാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ വിയോഗത്തിന്റെ സൂചനയാണ് ഈ ആയത്ത്. സൂറത്ത് അംബിയാഇന്റെ 34-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ് അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. നബിയെ അറിയുക, അങ്ങയുടെ മുൻപുള്ള ഒരാൾക്കും ഞാൻ അനശ്വരത നൽകിയിട്ടില്ല, ഖുൽദ് നൽകിയിട്ടില്ല. അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. അങ്ങ് മരണപ്പെടുകയും അവർ എന്നെന്നും ജീവിക്കുകയും ചെയ്യുന്നവരാകുമോ? എല്ലാവരും മരണപ്പെടുന്നതാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്. നബിയെ, ആ മക്കം ഫതഹ് എന്ന വലിയ വിജയം കണ്ടെത്തി കഴിഞ്ഞാൽ, അത് വന്നു കഴിഞ്ഞാൽ, വറഅയ്ത الناس يدخلون في دين الله أفواجا. ജനങ്ങൾ കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ മതത്തിലേക്ക് പ്രവേശിക്കുന്നതായി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, അത് അങ്ങയുടെ ഈ പ്രവാചകത്വത്തിന്റെ അസ്തമയത്തിന്റെ, അങ്ങയുടെ ജീവിതത്തിന്റെ അവസാനത്തിന്റെ, അങ്ങയുടെ നിയോഗത്തിന്റെ പൂർത്തീകരണത്തിന്റെ അടയാളമാണ് നബിയെ. അതുകൊണ്ട് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. അതുകൊണ്ട് തസ്ബീഹിലൂടെ, തഹ്മീദിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ തവ്വാബായ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള ഒരുക്കം നടത്തുക. ഈ ആയത്തുകളിലൂടെ, ഈ ഒരു സൂറത്തിലൂടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലേ, അങ്ങയുടെ ഉത്തരവാദിത്വം തീർന്നിരിക്കുന്നു, അങ്ങയുടെ മരണത്തിന്റെ സമയം സമാഗതമായിരിക്കുന്നു, വരാനുള്ള നേരമായിരിക്കുന്നു, ഒരുങ്ങുക, വരാനായി, എന്നെ കണ്ടുമുട്ടാനായി ഒരുങ്ങുക എന്ന സൂചനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടേയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സംസാരത്തിലും ഇടയ്ക്കിടയ്ക്ക് ആ സൂചന നൽകുമായിരുന്നു. പ്രവാചകൻ ഇഷ്ടപ്പെട്ട മുഹിബ്ബുർ റസൂൽ, മുഹിബ്ബുൻ നബി എന്ന് പേരുള്ള ഒരു സഹാബിയുണ്ട്. അതാരാണ്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. യുവാവാണ്.
മുആദ് ഇബ്നു ജബലിന്റെ ഒപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടക്കാൻ. മുആദ് ഇബ്നു ജബൽ കഴുതപ്പുറത്താണ്, റസൂലുള്ളാഹി താഴെ ഇങ്ങനെ നടക്കാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറയാണ്, മുആദ് നിന്റെ യമനിലേക്കുള്ള യാത്രക്കുള്ള സമയമായി. മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നവന്റെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞേക്കാൻ. മുആദിനോട് റസൂൽ പറയാണ്, യമനിലേക്ക് പോകാനുള്ള സമയം അടുത്തിരിക്കുന്നു. മുആദേ, ഒരുപക്ഷെ നീ തിരിച്ചു വരുമ്പോൾ നിനക്കിവിടെ കാണാൻ സാധിക്കുക എൻ്റെ പള്ളിയും അതിനോടടുത്ത് എൻ്റെ ഖബറുമായിരിക്കുമെന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഇങ്ങനെ പ്രവാചകന്റെ സംസാരങ്ങളിലൂടെ, പ്രവാചകന്റെ ഹജ്ജിനെ ഹജ്ജത്തുൽ വിദാ എന്നാണ് പറയുക, വിടവാങ്ങലിന്റെ ഹജ്ജ്. ആ ഹജ്ജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനോട് പറഞ്ഞു, ഖുദു അന്നി മനാസികകും ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. നിങ്ങൾ എന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പഠിക്കുക, ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾ മുഴുവൻ എന്നിൽ നിന്ന് നിങ്ങൾ കൃത്യമായി പഠിക്കുക. അടുത്ത വർഷം നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ എനിക്ക് അവസരമുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഹജ്ജത്തുൽ വിദാഇന്റെ വേദിയിൽ വെച്ച്, പ്രസംഗത്തിൽ വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി പറഞ്ഞത്, എൻ്റെ ദൗത്യം ഞാനിതാ പൂർത്തീകരിച്ചിരിക്കുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതം ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ വചനം ഓതിക്കൊണ്ട് വിടവാങ്ങൽ പ്രസംഗം നടത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ 11-ാമത്തെ വർഷത്തെ ഹജ്ജത്തുൽ വിദാഇലാണ്. പ്രിയപ്പെട്ടവരെ, അതിനിടക്ക് നടന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ നമുക്ക് ഹിജ്റ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ 7-ാം തീയതി ബുധനാഴ്ചയിലേക്ക് വരാം. അതായത് മെനയാന്ന്, ഇന്നലെ വ്യാഴാഴ്ചയായിരുന്നു, അതിൻ്റെ മുമ്പ് ബുധനാഴ്ച. നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ എന്തായിരുന്നു? പള്ളികൾ മുഴുവൻ അലങ്കരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് വരാൻ പോകുന്ന വലിയ ആഘോഷത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലായിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, മദീന എങ്ങനെയായിരുന്നുവെന്ന്? ഹിജ്റ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ 7 ബുധനാഴ്ച ദിവസം മദീന എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയുമോ? അള്ളാന്റെ റസൂല് പനി പിടിച്ച് അങ്ങേയറ്റം പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിലായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ പോലെ സംസാരിക്കുന്നില്ല, സാധാരണ പോലെ കുശലം ചോദിക്കുന്നില്ല, ചിരിക്കുന്നില്ല, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നില്ല, അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നില്ല. സ്വഹാബത്ത് കൂട്ടം കൂട്ടമായി മദീന പള്ളിയിൽ തമ്പടിക്കാൻ തുടങ്ങി. റസൂലിന്റെ വീട്ടിൽ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് പ്രവാചകനുള്ളത്. പ്രവാചകന്റെ വീട്ടിൽ നിന്ന് വരുന്ന ഓരോ വാർത്തകൾക്കും കാതോർത്തുകൊണ്ട് അവിടുത്തെ മുഹിബ്ബുകളായ സ്വഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിക്കുള്ളിൽ തമ്പടിക്കാൻ തുടങ്ങിയ സമയമാണ്. ദിവസങ്ങളുടെ ആ വല്ലാത്ത പ്രതീക്ഷയെ മുറിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുധനാഴ്ച ദിവസം തന്റെ മിമ്പറിലേക്ക് വന്നു കയറി. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ. ജൂതനസാറാക്കളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്താ കാരണം? ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ. അവരുടെ നബിമാരുടെ ഖബറുകൾ, അവർ പള്ളികളായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു മെസ്സേജാണ് തന്റെ മുന്നിലിരിക്കുന്ന ഉമ്മത്തിന് നൽകുന്നത്. വലിയൊരു മെസ്സേജ്. കാരണം വരാൻ പോകുന്ന ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് പോകാൻ എൻ്റെ ഖബറിടം നിങ്ങൾ ആരാധനാ കേന്ദ്രമാക്കരുത്, എൻ്റെ ഖബറിടം നിങ്ങൾ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് എന്ന് വരും ദിവസങ്ങളിൽ കൃത്യമായ ഉത്ബോധനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകി. പ്രിയപ്പെട്ടവരെ, ആ ദിവസം കഴിഞ്ഞു. റബീഉൽ അവ്വൽ 7 ബുധനാഴ്ച കഴിഞ്ഞു. റബീഉൽ അവ്വൽ 8 വ്യാഴാഴ്ച ദിവസം പ്രവാചകൻ സുബ്ഹ് നമസ്കരിച്ചു, ദുഹർ നമസ്കരിച്ചു, അസ്ർ നമസ്കരിച്ചു, മഗ്രിബ് നമസ്കരിച്ചു. ആ മഗ്രിബ് നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരാംവണ്ണം ഇമാമത്ത് നിന്നിട്ടുള്ള അവസാനത്തെ നമസ്കാരമായിരുന്നു. ആ നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുർസലാത്തി ഉർഫാ ഫൽ ആസിഫാത്തി അസ്ഫാ എന്ന് തുടങ്ങുന്ന 50 ആയത്തുള്ള സൂറത്താണ് ഓതിയത്. നിങ്ങൾ അറിയുമോ പ്രിയപ്പെട്ടവരെ, ഈ ദിവസം മുഴുവൻ അള്ളാഹുവിന്റെ റസൂല് മിഹ്റാബ് വരെ നടന്നു വന്നത് എങ്ങനെയാണെന്ന് അറിയോ? തന്റെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തോളത്തൊരു കൈയും തന്റെ മരുമകനായ തന്റെ പിതൃവ്യപുത്രനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് മറുകൈയും വെച്ചിട്ട് തൂങ്ങിപ്പിടിച്ചിട്ടാണ് പ്രവാചകൻ മിഹ്റാബ് വരെ നടന്നത്. ആ നടക്കുന്ന രംഗങ്ങൾ ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നു. അള്ളാന്റെ റസൂൽ തന്റെ കൈയിന്റെ ബലത്താൽ 2 തോടുകളിൽ തൂങ്ങി മിഹ്റാബിലേക്ക് പോയപ്പോ ആ കാലുകൾ നിലത്തു വെക്കാൻ ശേഷിയില്ലാതെ ഞാന്ന് കിടക്കുകയായിരുന്നു. പ്രവാചകന്റെ മഹനീയമായ ചുണ്ടൻ വിരലിന്റെ അടയാളം
റസൂലിന്റെ വീട് തൊട്ട് മിഹ്റാബ് വരെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. ഒരു ജലദോഷം പിടിച്ച, ഒരു പനി പിടിച്ച, ഒരു കൈവേദന വന്ന, ഒരു കാലുവേദന വന്ന, പള്ളിയിലേക്ക് നമസ്കരിക്കാൻ മടിക്കുന്ന ഉമ്മത്തെ നമ്മുടെ നേതാവ് മരണാസന്നമായ വേദനയിൽ പോലും രണ്ട് തോളത്ത് കൈയിട്ടുകൊണ്ടാണ്, ആ കൈയുടെ ബലത്തിലാണ് മിഹ്റാബ് വരെ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വ്യാഴാഴ്ച ദിവസത്തെ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇശാ നമസ്കാരത്തിന് ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാണ്. പ്രവാചകൻ വുദൂ ചെയ്തു, ബോധം കെട്ടു വീണു. വുദൂ ചെയ്തു ബോധം കെട്ടു വീണു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ ചോദിക്കാണ്, യാ ആയിഷ അസല്ലന്നാസുൽ ഇശ, ജനങ്ങൾ ഇശാ നമസ്കരിച്ചോ? ഇല്ല റസൂൽ, അവരങ്ങയെ കാത്തിരിക്കാൻ, അങ്ങ് ഇമാമത്തിന് വേണ്ടി വരാൻ വേണ്ടി കാത്തിരിക്കാൻ. വീണ്ടും വുദൂ എടുക്കുന്നു, വീണ്ടും ബോധം കെട്ടു വീഴുന്നു. ആവർത്തിച്ച് ബോധം കെട്ടു വീണിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ശ്രമം ആവർത്തിക്കുകയാണ്. എത്രത്തോളം പ്രാധാന്യമുണ്ട് ജമാഅത്ത് നമസ്കാരത്തിന് എന്ന് ഈ ഒരൊറ്റ സംഭവത്തിൽ നമുക്ക് മനസ്സിലാവും പ്രിയപ്പെട്ടവരെ. അവസാനം പ്രവാചകൻ ഗത്യന്തരമില്ലാതെ തന്റെ മനസ്സിന് തന്റെ ശരീരം വഴങ്ങില്ല എന്ന പൂർണ്ണ ബോധ്യത്തോട് റസൂൽ പറയാൻ, മുറു അബൂബക്കർ ബിസ്വല, അബൂബക്കറിനോട് നിസ്കരിക്കാൻ പറയും, എനിക്ക് വയ്യ, എനിക്ക് കഴിയുന്നില്ല, എൻ്റെ ശരീരം വഴങ്ങുന്നില്ല. അങ്ങനെ ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ളപ്പോൾ അള്ളാഹിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി നേതൃത്വം നൽകാൻ അബൂബക്കർ സിദ്ദീഖിനോട് പറയാൻ പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹിന്റെ റസൂലെ, വേറെ ആരുടെയെങ്കിലും പേരൊന്ന് നിർദ്ദേശിച്ചൂടെ? അങ്ങയില്ലാത്ത മെഹ്റാബിൽ ആ മനുഷ്യന് നിൽക്കാൻ കഴിയില്ല. ലോലഹൃദയനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങയില്ലാത്തൊരു മെഹ്റാബിൽ അദ്ദേഹത്തിന് നിന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞോണമെന്നില്ല. അദ്ദേഹം കരച്ചിലായിരിക്കും. എങ്കിലും അള്ളാഹിന്റെ റസൂല് കർക്കശമായി പറഞ്ഞു, അബൂബക്കറിനെ അല്ലാതെ മറ്റൊരാളെ ആ സ്ഥാനത്ത് നിർത്താൻ അള്ളാഹു അനുവദിക്കില്ല. പ്രവാചകന്റെ സൂചനയായിരുന്നു എൻ്റെ കാലശേഷമുള്ള അമീർ ആരാവണം, നേതാവ് ആരാവണം എന്നുള്ള സൂചനയായിരുന്നു പ്രിയപ്പെട്ടവരെ. അതും കഴിഞ്ഞു. ഹിജറ 11 വർഷം 9-ാം തീയതി വെള്ളിയാഴ്ച ദിവസം, ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ ദിവസം, ഇതേപോലുള്ളൊരു വെള്ളിയാഴ്ച, 9-ാം തീയതി റബീഉൽ അവ്വൽ 9-ാം തീയതി, ഇതുപോലുള്ളൊരു വെള്ളിയാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാനത്തെ ജുമുഅ ദിവസം, ആ ദിവസവും കടന്നുപോയി. 10-ാമത്തെ ദിവസം, ശനിയാഴ്ച ദിവസം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹ് നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ളുഹ്ർ നമസ്കാരത്തിന് തെല്ലൊരാശ്വാസം വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും തോളത്ത് കൈയിട്ടുകൊണ്ട് ആ ഭാഗത്തേക്ക് നടന്നു വരാൻ തുടങ്ങി. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരം തുടങ്ങിയിരുന്നു. അങ്ങനെ പ്രവാചകന്റെ വരവ് കണ്ടപ്പോൾ സ്വഹാബത്തൊന്നാകെ ആഹ്ലാദം കൊണ്ടും അവരുടെ ജിജ്ഞാസ കൊണ്ടും ആകെ ഇളകി മറിയാൻ തുടങ്ങി. പിറകുന്ന് സ്വഫൊക്കെ മാറി നിന്ന് റസൂല് വഴിയുള്ള വഴിയൊരുക്കി. ഇത് കണ്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നിലേക്ക് മാറി നിൽക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൊണ്ട് കാണിച്ചു, മക്കാനക്, അവിടെ തന്നെ നിൽക്കുക. എന്നിട്ട് പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയി അവിടെ ഇരുന്നു. എന്നിട്ട് നേതൃത്വം നൽകി. പ്രവാചകന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങൾ കാണുകയെ അവരെയും കൊണ്ട് നമസ്കരിച്ചു. ആ ളുഹ്ർ നമസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രസംഗമാണ്. ഇനി ഒരിക്കൽ കൂടി റസൂല് മിമ്പറിലേക്ക് കയറില്ല. ഇനി ഒരിക്കൽ കൂടി പ്രവാചകൻ പ്രസംഗിക്കാൻ കയറില്ല. അവസാനത്തെ പ്രസംഗമാണ്. അവസാനത്തെ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 5 വസിയത്തുകൾ നൽകി. ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ മുഴുവനും ബാധിക്കുന്ന 5 വസിയത്തുകൾ. അതിൽ ഒന്നാമത്തെ വസിയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അൻസ്വാരികളെ സൂക്ഷിക്കണേ. അൻസ്വാരികളെ നിങ്ങൾ സൂക്ഷിക്കണേ. ആരാണ് അൻസ്വാരികൾ? മക്കയിൽ നിന്ന് എല്ലാം വിട്ടെറിഞ്ഞ് എല്ലാം വലിച്ചെറിഞ്ഞു വന്ന മുഹാജിറുകളെ കൂടും കിടപ്പാടവും ഭക്ഷണവും സമ്പാദ്യവും പകുത്തു നൽകി സ്വീകരിച്ചവരാണ് പ്രിയപ്പെട്ടവരെ അൻസ്വാറുകൾ. അൻസ്വാറുകളെ നിങ്ങൾ മറക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു, ഇനി ജസീറത്തുൽ അറബിൽ മുശ്രിക്കുകൾ പാടില്ല, ഷിർക്ക് പാടില്ല, ബിംബാരാധന ജസീറത്തുൽ അറബിൽ ഇനി ഒരു തരത്തിലും അനുവദിച്ചുകൂടാ. കാരണം എൻ്റെ ദൗത്യം ഇതാ തീർന്നിരിക്കുന്നു. മൂന്നാമതായി റസൂലുള്ള പറഞ്ഞു, ഞാൻ ഉള്ള കാലഘട്ടത്തിൽ സ്വീകരിച്ചതുപോലെ ദൗത്യ സംഘത്തെ സ്വീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ വസിയത്ത് എന്താണെന്നറിയോ? ശരിക്കും ശ്രദ്ധിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഓരോരുത്തരോടും പറയാണ്, നിങ്ങൾ മരിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്ത കൊണ്ടല്ലാതെ മരിച്ചു പോകരുതേ. അള്ളാഹുവിനെ കുറിച്ചുള്ള അഹ്സനുൽ ദന്ന് കൊണ്ടല്ലാതെ നിങ്ങൾ വിട പറഞ്ഞു പോകരുതേ. പ്രിയപ്പെട്ടവരെ, നാലാമത്തെ വസിയത്ത് അതാണ്. അഞ്ചാമത്തെ വസിയത്ത് എന്താ അറിയോ? റസൂല് പറഞ്ഞു, നമസ്കാരം. കച്ചവടത്തിന്റെ പേരിലും
ജോലിയുടെ പേരിലും ആഘോഷങ്ങളുടെ പേരിലും പരിപാടികളുടെ പേരിലും ഞാനും നിങ്ങളും കളാക്കിക്കളയുന്ന, ഒഴിവാക്കിക്കളയുന്ന ആ നമസ്കാരം റസൂലുള്ളാഹിന്റെ അവസാനത്തെ വസിയ്യത്താണ് പ്രിയപ്പെട്ടവരെ. ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോകുന്നതിന്റെ തൊട്ട് മുമ്പുള്ള തന്റെ ഉമ്മത്തിനോടുള്ള അവസാനത്തെ വസിയ്യത്ത്, അസ്സലാ, നിസ്കരിക്കണേ നിങ്ങൾ, നിസ്കാരം കൃത്യമാക്കണേ നിങ്ങൾ. വമാ മലക്കത് ഐമാനുക്കും, നിങ്ങളുടെ സമൂഹത്തിൽ അശരണരായ, അരികവൽക്കരിക്കപ്പെട്ടു പോയ, ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ടു പോയ പാവപ്പെട്ടവരെ കുറിച്ചുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടാകണേ എന്ന് ഈ 5 വസിയ്യത്തുകൾ നൽകിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മിമ്പറിൽ നിന്നിറങ്ങി. പിറ്റേ ദിവസം ഞായറാഴ്ച റബീഉൽ അവ്വൽ 11 ഹിജ്റ 11ാമത്തെ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ, എന്താണ് എൻ്റെ സമ്പാദ്യം? എനിക്ക് എന്താണ് സമ്പാദ്യമായി ബാക്കിയുള്ളത്? ആയിഷ റളിയല്ലാഹു വീട്ടിലുള്ള എല്ലാ നാണയങ്ങളും തടവിപ്പൊറുക്കി. എന്താ ഉണ്ടായിരുന്നറിയോ പ്രിയപ്പെട്ടവരെ? 7 വെള്ളി നാണയങ്ങൾ. നമ്മുടെ നാട്ടിലെ ഇന്നത്തെ വില വെച്ച് കൂട്ടിയാൽ ഒരു 1000 ഉറുപ്പ്യോ 1500 ഉറുപ്പ്യോ കൂടൂല. 7 വെള്ളി നാണയങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു. ആ വെള്ളി നാണയങ്ങൾ കയ്യിൽ പിടിച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടുകൊണ്ട് റസൂല് കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി അല്ലാഹുവിനോട് ചോദിച്ചു, യാ റബ്ബ്, ഇതിന്റെ വിഷയത്തിൽ ഞാൻ നിന്നോട് എന്ത് മറുപടി പറയും? 7 വെള്ളി നാണയങ്ങൾ, ലക്ഷങ്ങളും കോടികളും കോടാനുകോടികളും സമ്പാദ്യമായി ഇവിടെ പറഞ്ഞ ഉമ്മത്തിന്റെ നെറുകയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇട്ട് കൊടുത്ത ചോദ്യമാണിത്. അല്ലാഹുവേ, ഞാൻ ഇതിന് എന്ത് മറുപടി പറയും നിന്നോട്? എന്നിട്ട് റസൂൽ പറഞ്ഞു, ആയിഷ, ഇത് പെട്ടെന്ന് കൊടുത്തു നിർക്കണം, പാവപ്പെട്ടവർക്ക് പെട്ടെന്ന് ഇത് വിതരണം ചെയ്ത് തീർക്കണം. പറഞ്ഞു കഴിയലും പ്രവാചകൻ ബോധം വിട്ടു വീണു. ബോധമുണർന്നപ്പോ ആയിഷ റളിയല്ലാഹു റസൂൽ കൊണ്ട് ചോദിച്ചു, അത് കൊടുത്തോ? അത് കൊടുത്തു തീർത്തോ? ഇല്ല, കൊടുക്കാം. ആവർത്തിച്ച് പ്രവാചകൻ ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധന സാമഗ്രികളും റസൂലിന്റെ അവസാനത്തെ സമ്പാദ്യം മുഴുവൻ വിതരണം ചെയ്തു തീർത്തു. പാവപ്പെട്ടവർക്ക് മുഴുവൻ വിതരണം ചെയ്തു തീർത്തു. ഞായറാഴ്ച രാത്രി ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ തൊട്ട് തലേന്നത്തെ ദിവസം വിളക്ക് കത്തിക്കാൻ നോക്കുമ്പോൾ പ്രവാചകന്റെ വീട്ടിൽ അതിനുള്ള എണ്ണയില്ല. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ടപ്പുറത്ത് അൻസാരിയുടെ വീട്ടിലേക്ക് പോയി വിളക്ക് കത്തിക്കാൻ എണ്ണ കടം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട്. ആലോചിക്കാൻ കഴിയോ പ്രിയപ്പെട്ടവരെ? എന്നിട്ട് കടം വാങ്ങിച്ചു കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് പ്രകാശമണിഞ്ഞത് തൊട്ടയൽപക്കക്കാരന്റെ കടം കൊടുത്ത എണ്ണ കൊണ്ടാണെന്ന് പറഞ്ഞാൽ ലോകത്ത് തുല്യതയുള്ള മറ്റേത് നേതാവിനെ നമുക്ക് കാണിച്ചു തരാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. റബീഉൽ അവ്വൽ 12ാമത്തെ ദിവസം, തിങ്കളാഴ്ച ദിവസം, ആ ദിവസത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ സ്വഹാബികൾ നിരനിരയായി നിന്നപ്പോ, നിസ്കാരം തുടങ്ങി, ഫാത്തിഹ ഓതാൻ തുടങ്ങിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീടിന്റെ മറയങ്ങോട്ട് നീക്കി. സ്വഹാബത്ത് റസൂലിനെ കണ്ടു. നിറഞ്ഞ പുഞ്ചിരിയുമായി പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന റസൂലുള്ളാഹിന്റെ മുഖം. 23 വർഷക്കാലത്തെ പരിശ്രമം, ഹിറാ ഗുഹയിൽ നിന്ന് നുബുവത്തിന്റെ ഭാരമേറ്റിട്ട് ഇന്ന് കൃത്യം 23 വർഷം പിന്നിടുമ്പോ തൻ്റെ ഉമ്മത്ത് എല്ലാം നേടിയെടുത്ത് കാലുകൾ തമ്മിൽ ചേർത്ത് വെച്ച്, തോളുകൾ തമ്മിൽ ചേർത്ത് വെച്ച് താൻ പഠിപ്പിച്ചതുപോലെ നമസ്കരിക്കുന്നത് കാണുമ്പോഴുണ്ടായ ആ പ്രവാചകന്റെ തൻ്റെ ദൗത്യ പൂർത്തീകരണത്തിന്റെ നിർവൃതി, തൃപ്തി മുഖം വല്ലാതെ പ്രകാശിച്ചു. ആ മുഖം കണ്ടപ്പോൾ സ്വഹാബത്തിന് നിസ്കാരം പോലും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് തോന്നിപ്പോയി. കാരണം അവർ ചിന്തിച്ചു, ഞങ്ങളുടെ പ്രവാചകന്റെ എല്ലാ രോഗവും ശിഫയായി, ഞങ്ങളുടെ പ്രവാചകന്റെ എല്ലാ അസുഖങ്ങളും മാറി എന്നവർ വിചാരിച്ചു. പക്ഷെ പ്രിയപ്പെട്ടവരെ, അത് കാരണം പല ആളുകളും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പോലുള്ള പല ആളുകളും മദീനയിൽ നിന്ന് പല ആവശ്യങ്ങൾക്കായി പുറത്തേക്ക് പോയി. സമയം അങ്ങനെ കടന്നുപോയി. ഏകദേശം ദുഹായുടെ സമയമായപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പനി കൂടി വന്നു. ബോധം കടൽ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ബോധം പോകുന്നു, തിരിച്ചു വരുന്നു, ബോധം പോകുന്നു, തിരിച്ചു വരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട ഉപ്പാനെ കാണാൻ വന്നു. വേദന കൊണ്ട് പുളയുന്ന പ്രവാചകനെ നോക്കിയിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഗദ്ഗദണ്ഡയായി പറഞ്ഞു, എന്റെ ഉപ്പാക്ക് എന്ത് വേദനയാണ്, എന്റെ ഉപ്പാക്ക് എന്ത് വേദനയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഉപ്പയും മോളും തമ്മിലുള്ള ബന്ധം അത്രമാത്രം വലുതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ ഫാത്തിമയെ കണ്ടാലും എഴുന്നേറ്റ് നിന്ന് ആ നെറുകയിലേക്ക് മുത്തം കൊടുക്കുമായിരുന്നു, ചുംബനം കൊടുക്കുമായിരുന്നു, ചേർത്ത് പിടിക്കുമായിരുന്നു. റസൂൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് ഇരുത്തുമായിരുന്നു. റസൂൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫാത്തിമയോട് അവസാനമായി അള്ളാന്റെ റസൂല് ഒരു സ്വകാര്യം പറയാണ്. എന്താണ്? ആ സ്വകാര്യം കേട്ടപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങി. വീണ്ടും ഒരു സ്വകാര്യം പറഞ്ഞു.
ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ സ്വകാര്യം തൻ്റെ അള്ളാന്റെ റസൂലിന്റെ മരണത്തെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു. രണ്ടാമത്തെ സ്വകാര്യം, ആ മരണം കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ എന്നെ അനുഗമിച്ചു വരുന്നത് നീയാണ് ഫാത്തിമ, സ്വർഗത്തിലെ ആ വനിതകളുടെ നേതാവ് നീയാണ് ഫാത്തിമ എന്ന സന്തോഷ വാർത്തയായിരുന്നു രണ്ടാമത്തേത്. ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഉപ്പാന്റെ മരണ വാർത്ത കേട്ടപ്പോ കരഞ്ഞ മകൾ സ്വന്തം മരണ വാർത്ത കേട്ടപ്പോ ചിരിക്കുകയാണ്. എന്തൊരു ആത്മബന്ധമാണ് പ്രിയപ്പെട്ടവരെ അത്, എന്തൊരു വലിയ സ്നേഹബന്ധമാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് അങ്ങോട്ട് പ്രവാചകന് സംസാരിക്കാൻ കഴിയാതെയായി. ഒരൊറ്റ കാര്യം മാത്രമാണ് റസൂൽ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത്. അല്ലാഹു അല്ലാതെ ആരാധനയില്ല കേട്ടോ, മരണത്തിനൊരു വേദനയുണ്ട്, മരണത്തിന് വേദനയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറയാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഓടിച്ചെന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ തലയെടുത്ത് ചേർത്ത് പിടിച്ച് തൻ്റെ മടിയിലേക്ക് കിടത്തി പ്രവാചകന്റെ തലോടാൻ തുടങ്ങി. ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ആ സമയം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആങ്ങള അബ്ദുറഹ്മാൻ അദ്ദേഹം മിസ്വാക്ക് ചെയ്തുകൊണ്ട് അങ്ങോട്ട് കടന്നു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ബലഹീനമായ കണ്ണുകളിൽ ആ മിസ്വാക്കിലേക്ക് നോക്കി. പ്രവാചകന്റെ ഓരോ നോട്ടത്തിന്റെയും അനക്കത്തിന്റെയും ചലനത്തിന്റെയും അർത്ഥം കൃത്യമായി ആയിഷ റളിയല്ലാഹു അൻഹക്ക് അറിയാമായിരുന്നു. കാരണം ആ ഭർത്താവിന്റെയും ഭാര്യയുടെയും ആത്മബന്ധം അത്രമാത്രം വലുതായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, റസൂലേ അങ്ങേക്ക് മിസ്വാക്ക് ചെയ്യണോ, അങ്ങേക്ക് പല്ല് തേക്കണോ? റസൂൽ അതേ നാണ്യം കാണിച്ചു. ആ മിസ്വാക്ക് വാങ്ങി അതിന്റെ മറുഭാഗം തന്റെ സ്വന്തം വായിലിട്ട് ചവച്ചു പദം വരുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വളരെ ശക്തിയോടുകൂടി, മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം വളരെ ശക്തിയോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്വാക്ക് പിടിച്ചു. എന്നിട്ട് ശക്തിയായി തന്റെ പല്ല് തേച്ചു. അവസാനത്തെ പല്ല് തേക്കലാണിത്, പോകാൻ ഒരുങ്ങുന്നതിന്റെ മുമ്പുള്ള ഒരുക്കമാണിത്. പല്ല് തേച്ച് ആ മിസ്വാക്ക് തിരിച്ചു കൊടുത്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തോ മന്ത്രിക്കുന്നതായി ആയിഷ റളിയല്ലാഹു അൻഹ ശ്രദ്ധിച്ചു. ചെവി അടുത്തേക്ക് വെച്ച് നോക്കിയപ്പോ അള്ളാന്റെ റസൂൽ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തു തരണേ, എന്നോട് നീ കരുണ ചെയ്യണേ. ആരാണ് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ? അഷ്റഫുൽ ഖൽഖ്, അല്ലാഹു പടച്ച പടപ്പുകളിൽ ഏറ്റവും മഹനീയമായ പടപ്പ്, ഏറ്റവും ഉന്നതമായ സൃഷ്ടി, ഏറ്റവും പരിശുദ്ധനായ പടപ്പ്, ആ സൃഷ്ടിയാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുവേ പൊറുത്തു തരണേ അല്ലാ, മാപ്പ് നൽകണേ റബ്ബേ, കരുണ ചെയ്യണേ അല്ലാ. വഅൽഹിഖ്നി ബിസ്സാലിഹീന വന്നബിയ്യീന വസ്സിദ്ദീഖീൻ, ശുഹദാ സത്യവാന്മാരുടെ കൂടെ, നബിമാരുടെ കൂടെ, സദ്വൃത്തരുടെ കൂടെ എന്നെ ചേർക്കണേ. വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ ഇല റഫീഖിൽ അഅ്ലാ ഇല റഫീഖിൽ അഅ്ലാ എന്ന് പറഞ്ഞ് തന്റെ വിരൽ മുകളിലേക്ക് ഉയർന്നു. ആ മുകളിലേക്ക് ഉയർന്ന വിരലുകൾ പതിയെ താഴേക്ക് പതിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ലോകത്തിന് മുഴുവൻ കാരുണ്യമായി അല്ലാഹു പറഞ്ഞയച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദൗത്യം സുന്ദരമായി പൂർത്തീകരിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി, ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയി. പ്രിയപ്പെട്ടവരെ, മദീന മുഴുവനും കരഞ്ഞു, മദീന മുഴുവനും കരഞ്ഞു. കേട്ടവർ എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെയായി പല രീതിയിലാണ് ആളുകൾ പ്രതികരിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്നത്. നമ്മുടെ ഉമ്മ അനുഭവിച്ച ഹൃദയത്തിന്റെ വേദനയും പ്രയാസവും എത്രയായിരിക്കും. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഓടി വന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ മരണത്തിന്റെ വാർത്തയറിഞ്ഞ്. മദീനക്ക് പുറത്തായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശരവേഗതയിൽ മദീനയിലേക്ക് എത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കയറി. അവിടുത്തെ മുഖത്തിട്ടിരുന്ന തുണി മാറ്റിക്കൊണ്ട് നെറുകയിലേക്ക് ചുംബിച്ചു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, രണ്ട് തവണ അല്ലാഹു തആല മരിപ്പിക്കൂല കേട്ടോ, അങ്ങ് മരണപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതേ സമയം ഇസ്ലാമിൽ ധൈര്യത്തിന്റെയും സ്ഥൈര്യത്തിന്റെയും പ്രതിരൂപമായിരുന്ന ഉമർ എന്ത് ചെയ്യണം എന്നറിയാതെ ഊരിപ്പിടിച്ച വാളുമായി അള്ളാന്റെ റസൂലിന്റെ മരണവാർത്തയെക്കുറിച്ച് പറയുന്ന ആളുകളെ കൊല്ലാൻ നിൽക്കുകയാണ് പുറത്ത്. ആര് പിടിച്ചിട്ടും നിൽക്കുന്നില്ല, ആര് പറഞ്ഞിട്ടും കേൾക്കുന്നുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ അടങ്ങെന്ന് പറഞ്ഞു, അടങ്ങിയില്ല, കേൾക്കുന്നില്ല, നിൽക്കുന്നില്ല.
അബൂബക്കർ സിദ്ദീഖിന് അറിയാം ഉമറിനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്. ആയത്തോതി വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ, മുഹമ്മദ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ മാത്രമാണ്, മുമ്പും ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അവരെല്ലാം വിട പറഞ്ഞു പോയിട്ടുമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ആയത്ത് കേട്ടതോടുകൂടി അല്ലാഹുവിൻ്റെ റസൂലിന്റെ വിയോഗമെന്ന വലിയ ദുരന്തത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമായി. എൻ്റെ കാലുകൾ ഭൂമിയിലേക്ക് ആണ്ടിറങ്ങുന്നത് പോലെ എൻ്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് കയറുന്നു. റബ്ബേ, ഞാൻ ഇതെങ്ങനെ സഹിക്കും, ഞാൻ ഇതെങ്ങനെ താങ്ങും? പ്രിയപ്പെട്ടവർ, അത്രയ്ക്കിഷ്ടമായിരുന്നു സഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. പ്രിയപ്പെട്ടവരെ, ആ ദിവസം റബീഉൽ അവ്വൽ 12 വരുന്ന തിങ്കളാഴ്ച, ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഈ ദിവസത്തിൽ നമ്മൾ തോരണം കെട്ടുമ്പോൾ, ഈ ദിവസത്തിൽ നമ്മൾ ഘോഷയാത്ര നടത്തുമ്പോൾ, ഈ ദിവസത്തിൽ നാടും നാട്ടാരും മുഴുവനും ചേർന്ന് നെയ്ച്ചോറും കറിയും വെക്കുമ്പോൾ ആരാ സന്തോഷിക്കുക? നമ്മുടെ ഉമ്മമാര് കരഞ്ഞ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ കരഞ്ഞ, ഖുലഫാഉർ റാഷിദുകൾ മുഴുവനും കരഞ്ഞുപോയ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മുഹിബ്ബുകളും അസ്ഹാബുകളും മുഴുവനും കരഞ്ഞുപോയ ഈ ദിവസത്തിൽ നമ്മൾ കൊടികെട്ടി ആഘോഷിക്കുമ്പോൾ ആരാണ് സന്തോഷിക്കുക? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഈ മിമ്പറിനെ സാക്ഷിയാക്കി പറയുന്നു, ഇബ്ലീസ് അല്ലാതെ മറ്റാര് അള്ളാഹു സന്തോഷിക്കുമോ? അവിടുത്തെ പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദൂതൻ വിട പറഞ്ഞു പോയ ഈ ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോൾ അവിടെ ആരാണ് സന്തോഷിക്കുക? ഇബ്ലീസാണ് സന്തോഷിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സാധാരണ പറയാറുണ്ട്, റബീഉൽ അവ്വൽ 12 ആയി കഴിഞ്ഞാൽ ചില പിശാചുക്കൾക്ക് പിരാന്തളകുമെന്ന് പറയാറുണ്ട്. നിങ്ങൾ പറയുന്നത് ആരെയാണെന്നറിയോ? റബീഉൽ അവ്വൽ 12 ആഘോഷിക്കാത്തവരെയാണ്, റബീഉൽ അവ്വൽ 12 ദുഃഖിക്കുന്നവരെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, നിങ്ങൾ പറയുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു സംഘടനക്കാരെയല്ല, ഏതെങ്കിലും ഒരു വിഭാഗക്കാരെയല്ല. 1400 കൊല്ലങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ റസൂലിന്റെ സഹജീവിതം കൊണ്ട് ജീവിതം സമ്പന്നമാക്കിയ ആ മനുഷ്യരുണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ, 1-ാം നൂറ്റാണ്ടുകാർ, 2-ാം നൂറ്റാണ്ടുകാർ, 3-ാം നൂറ്റാണ്ടുകാർ, അവരെയാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പിശാചുക്കൾ എന്ന് വിളിക്കുന്നത്, ഇബ്ലീസുകൾ എന്ന് വിളിക്കുന്നത്. ഇല്ല പ്രിയപ്പെട്ടവരെ, 6 നൂറ്റാണ്ട് വരെ ഈ ഒരു ആഘോഷം, ഈ ഒരു മീലാദ് ആഘോഷം നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കാര്യങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി നിങ്ങളെയും എന്നെയും വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ 6 ദിവസമാണ്. എന്നും ഓർമ്മയിലുണ്ടായിരിക്കട്ടെ, ഒരിക്കലും മറക്കാതിരിക്കട്ടെ. ഇനി ഇത് കേവലം മുജാഹിദുകളുടെ വാദമാണെന്ന സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ കുറേ കാലം വരെ എല്ലാ സമസ്തയുടെ പള്ളികളിലും ഓതിയിരുന്ന നബാത്തി ഖുതുബയുടെ കിതാബ് എന്നെടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അതിൽ റബീഉൽ അവ്വൽ മാസത്തിൽ വഫാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയമാണ് വായിച്ചു കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഒരിക്കലും പ്രവാചക സ്നേഹത്തിനെതിരല്ല, ഒരിക്കലും എതിരല്ല. ഞങ്ങളുടെ പ്രവാചകൻ ജനിച്ചു എന്നത് അതിനേക്കാൾ വലിയ സന്തോഷം വേറെ എന്താണ് ഉള്ളത്? പക്ഷേ ആ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് റോഡ് ബ്ലോക്ക് ആക്കിയിട്ടല്ല, തോരണം കെട്ടിയിട്ടല്ല, ദഫ് മുട്ടിയിട്ടല്ല, ഗാനമേള നടത്തിയിട്ടല്ല. പിന്നെ എങ്ങനെയാണ്? റസൂൽ പറഞ്ഞു തന്നു. തിങ്കളാഴ്ച ദിവസം റസൂൽ നോമ്പെടുക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ കാരണം പറഞ്ഞെന്താ അറിയോ? ഞാൻ ജനിച്ച ദിവസമാണ് ഇന്ന്. അതിന് പറ്റുമോ നമുക്ക്? അതിന് പറ്റുമോ? എല്ലാ പള്ളികളിൽ നിന്നും തിങ്കളാഴ്ച ദിവസം റസൂൽ, അതാണ് പ്രവാചകന്റെ മീലാദാഘോഷം. അങ്ങനെ ആഘോഷിക്കാൻ പറ്റുമോ? പട്ടിണി കിടന്നിട്ട് ദാഹിച്ചിട്ട് അള്ളാഹ് അനുവദിച്ച ഭക്ഷണവും വെള്ളമൊന്നും കുറച്ച് വേണ്ടാന്ന് വെച്ചിട്ട്
അള്ളാഹു നൽകി ഈ വലിയ കരുണ പ്രവാചകൻ എന്ന കരുണയ്ക്ക് നന്ദി കാണിച്ച് നോമ്പെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ പ്രിയപ്പെട്ടവരെ? അതാണ് യഥാർത്ഥത്തിലുള്ള നബി സ്നേഹം, അതാണ് യഥാർത്ഥത്തിലുള്ള നബി ദിനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. യഥാർത്ഥ പ്രവാചക സ്നേഹം പറയുന്നവരെ പ്രവാചക വിരോധികളാക്കി കാണിക്കുന്ന ആ ഒരു തെറ്റിനെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി പറയാം. ഈ തിങ്കളാഴ്ച ദിവസം റബീഉൽ അവ്വൽ 12 ആണല്ലോ. റബീഉൽ അവ്വൽ 12 മാനിച്ചിട്ടുള്ള നോമ്പല്ല. നിങ്ങൾക്ക് പ്രവാചകനോട് സ്നേഹം ഉണ്ടെങ്കിൽ അന്ന് നിങ്ങൾ നോമ്പെടുക്കുക. റസൂലിൻ്റെ മരണം നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ നോമ്പെടുക്കുക. അന്ന് മാത്രമല്ല, അതിൻ്റെ തൊട്ടടുത്ത് റബീഉൽ അവ്വൽ 13, 14, 15 നിങ്ങൾ നോമ്പെടുക്കുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിന് അനുധാവനം ചെയ്തിട്ട് അങ്ങനെ സ്നേഹിക്കുക പ്രവാചകനെ. അതിനൊന്ന് ശ്രമിച്ചു നോക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രവാചകൻ്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വെള്ളം വാങ്ങിക്കുടിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രവാചകൻ്റെ ചാരത്ത്, ഞങ്ങളുടെ നബിയുടെ ചാരത്ത് സ്വർഗത്തിൽ നീ ഞങ്ങൾക്കൊരു ഇടം നൽകണേ അല്ലാഹ്. സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിക്കുന്ന പ്രവാചകൻ്റെ ആ സുന്ദരമായ മുഖം കാണാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവാചകന് മഖാമ മഹ്മൂദ എന്ന ഉന്നതമായ സ്ഥാനം നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.